റഷ്യ യുക്രൈൻ യുദ്ധം ഇതിന് ശേഷം തീരും, അധികം താമസിയാതെ മാർച്ച് ഏപ്രിലോ തീരുമ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് റഷ്യയെ വേൾഡ് എക്കോണമിയിലേക്ക്, ഓപ്പൺ എക്കോണമിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാവും. അപ്പൊ തീർച്ചയായിട്ടും റഷ്യയും പുടിനും ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു റീ എൻട്രി ടു ദ ഗ്ലോബൽ എക്കോണമിയാണ്. അപ്പൊ അവരൊരു കാരണവശാലും അമേരിക്കയെ വിട്ടു നിൽക്കത്തില്ല. അത് റഷ്യ അമേരിക്കയുടെ സുഹൃത്തായി മാറുകയും ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ 3 വർഷം തുടർന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്ന ട്രംപിന്റെ ഭരണകാലത്ത് ചൈനീസ് എക്കോണമി തകർന്നടിയും. ബേസിക്കലി അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടുന്ന ഒരു അടിയല്ലേ? ബേസിക്കലി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി ഫേസ് ഉണ്ട്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരു സൗഹൃദമുണ്ട്. എല്ലാം കൊണ്ടും, അവരുടെ കൾച്ചർ കൊണ്ടും അവരുടെ ബന്ധങ്ങൾ കൊണ്ടും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരിക്കലും തകർച്ച ഉണ്ടാകത്തില്ല. പക്ഷെ യൂറോപ്യൻ യൂണിയൻ പൊളിയും. യൂറോപ്യൻ യൂണിയൻ പൊളിക്കുക എന്നത് അമേരിക്കയുടെ ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ട്രംപിന്റെ അഭിപ്രായം ഇലക്ഷന് മുമ്പ് തന്നെ ട്രംപ് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ അമേരിക്കയുടെ ട്രേഡിന് തുരങ്കം വെക്കാൻ വേണ്ടിയാണ്. ഇവർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇവരുടെ മൊത്തം GDP ഏകദേശം അമേരിക്കയുടെ GDPക്ക് ഒപ്പമുണ്ട്. അപ്പൊ ആ ഒരു യൂണിയൻ എന്ന് പറയുന്നത് ആവശ്യമില്ലെന്നാണ് ട്രംപിന്റെ പക്ഷം. അതിന് വ്യക്തമായിട്ട് നമ്മളിപ്പോ കാണുന്നുണ്ട്. കാര്യം ഈ കഴിഞ്ഞ ഡാവോസിലെ മീറ്റിംഗിന് ശേഷം നേറ്റോയുടെ വിഷയം വരുമ്പോഴത്തേക്ക് നേറ്റോയുടെ സെക്രട്ടറി ജനറൽ വളരെ ട്രംപുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. ഇത്തരം ഇവരൊരു ഒരു സംഭാഷണത്തിന്റെ ഭാഗം പറയുന്നത് 2-tier റിലേഷൻഷിപ്പ് വിത്ത് യൂറോപ്യൻ യൂണിയൻ. 2-tier റിലേഷൻഷിപ്പ്, അതായത് അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും അമേരിക്കയായിട്ട് ചേർന്ന് നിൽക്കാത്ത രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും രണ്ടാണ്. അപ്പൊ തന്നെ യൂറോപ്യൻ യൂണിയൻ ഭിന്നിപ്പുണ്ടായി കഴിഞ്ഞു. അത് മിക്കവാറും ഈ പറയുന്ന 1-2 വർഷം യൂറോപ്യൻ യൂണിയൻ തകരാനാണ് സാധ്യത. അതായിരിക്കും അമേരിക്കയുടെ ഒരു ലക്ഷ്യം. അമേരിക്കയുടെ നേടാനുള്ള, ട്രംപിന് നേടാനുള്ള 2 പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇസ്രയേലിനെ രാജകീയ ശക്തിയായിട്ട് നിലനിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് ചൈനയുടെ എക്കോണമി പൊളിയുക. അതായത് ചൈന ഒരിക്കലും അമേരിക്കയ്ക്ക് ഭാവിയിൽ ഒരു ത്രെട്ട് ആകുന്ന വിധം, അല്ലെ അമേരിക്കയുടെ എക്കോണമിക്ക് അടുത്ത് വരാത്ത വിധം. കാരണം അതിന് കാരണമുണ്ട്. വെറുതെ ഒരു അസൂയയുടെ പുറത്തോ വാശിയുടെ പുറത്തോ അല്ല. ചൈനീസ് എക്കോണമി ഒരിക്കലും ഒരു ജെനുവിൻ ഗ്രോത്ത് ആയിരുന്നില്ല. ഒരു വേൾഡ് എക്കോണമിയിലേക്ക് കടന്ന് ലോകത്തെ കബളിപ്പിച്ചാണ് ചൈന വൻ ശക്തി. 20 വർഷം കൊണ്ട് ഈ വൻ ശക്തി, അതായത് $960 ബില്യൺ GDP നിന്ന് $20 ട്രില്യൺ 20 വർഷം കൊണ്ടുള്ള വളർച്ച എന്ന് പറയുന്നത്